മൈ ചാനൽ മുത്തുമണി വ്ളോഗ്സ്. ഇന്നത്തെ എൻ്റെ വീഡിയോ ഒരു കുഞ്ഞു ടിപ്സാണ്. മുത്തുമണിയെ പോലെ നമുക്ക് വീഡിയോ കാണാം. എണ്ണയില്ലാതെ വറുക്കാൻ പറ്റില്ല എന്ന് വിചാരിക്കുന്ന ഒരുപാട് പലഹാരങ്ങൾ നമുക്കുണ്ട്. പക്ഷേ വെറും കുറച്ച് പൊടിയുപ്പിലിട്ട് നമുക്കത് സിമ്പിളായി വറുത്തെടുക്കാം. കൊളസ്ട്രോളും ഒരുപാട് അസുഖങ്ങളുള്ള ആളുകളുണ്ട്. ഓയിലും എണ്ണയും വെളിച്ചെണ്ണയും ഒന്നും ഉപയോഗിക്കാൻ പറ്റാത്തവരുണ്ട്. അവർക്ക് വേണ്ടി നമുക്കിത് ഉപയോഗിക്കാം. പൊടിയുപ്പ് ഒരു ചട്ടിയിലേക്ക് ഇട്ട് പൊടിയുപ്പ് നല്ലതുപോലെ ചൂടാവണം. ഒരു ചെറിയൊരു ഇതുപോലും പാടില്ല. നല്ലോണം ആവി വരണം. എന്നിട്ട് മാത്രമേ നമ്മൾ ഇത് കപ്പലണ്ടി ഇതിലേക്ക് ഇടാമുള്ളൂ. കണ്ട, ഞാൻ കപ്പലണ്ടി ഇട്ടപ്പോൾ അത് വറുത്ത് വരുന്നുണ്ട്. നോക്കാം, നമുക്ക് സിമ്പിളായിട്ട് വറുത്തെടുക്കാം. കണ്ടോ, മൊരിഞ്ഞ് വരുന്നുണ്ട്. കപ്പലണ്ടി റെഡിയായി. ഞാൻ കാണിച്ചു തരാം. നിങ്ങൾ ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി, പൊടിയുപ്പ് നല്ലോണം ചൂടാവണം. ചൂടായില്ലെങ്കിൽ നമ്മൾ വിചാരിക്കണ പോലെ കിട്ടില്ല. എനിക്കൊരു ഫ്രണ്ടാണ് ഇത് പറഞ്ഞു തന്നത്. ഞാൻ ചെയ്തു നോക്കിയപ്പോൾ എനിക്ക് ശരിയായി. നമുക്കിതുപോലെ കടല ഇട്ട് നോക്കാം. നമ്മൾ പുറത്തുനിന്നൊക്കെ കടല കഴിക്കാൻ വേണ്ടി വാങ്ങാറില്ല. അതുപോലെ തന്നെ ഉപ്പിലിട്ട കടല, അതേപോലെ തന്നെ നമുക്ക് ഇത് ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റും. ചായയുടെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. കടല ഏകദേശം ആയിട്ടുണ്ട്. ശേഷില്ലേ ഏകദേശം വറക്കൂട്ടത് ചായയുടെ കൂടെ നല്ല കഴിക്കാനായിട്ട്. അമ്മ ഞാൻ പറയട്ടമ്മേ, ചായയുടെ കൂടെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ് അടിക്കൂട്ട. കണ്ട, കടല ഏകദേശം ആയിട്ടുണ്ട്. മുത്തുമണി അതിൻ്റെ ഇടയ്ക്ക് കടലായി. നമുക്കത് വാരി വയ്ക്കാം. കണ്ട, കടല പൊടിച്ചു തന്നെ. കണ്ട, ഞാൻ പറയട്ടെ അമ്മ പ്ലീസ്. അമ്മ ഏകദേശം ഇനി വേറെ അവിടുന്ന് മാറിയിരുന്നത്. കപ്പലണ്ടി റെഡി ആയിട്ടുണ്ട്. കണ്ട, കപ്പലണ്ടി റെഡിയായി, കടലയും റെഡിയായി. ഇനി അടുത്തൊരു സംഭവം എന്താ ഇടണമെന്ന് വെച്ചോ, അത് വറുത്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് എണ്ണയിൽ എണ്ണയില്ലാതെ ഉപ്പിൽ എല്ലാം വറക്കും. ഈ സാധനം വറുത്ത് കഴിഞ്ഞാൽ അത് കാണിക്കട്ടെ. അതെന്താ മുത്തുമണി, അതെന്താ നോക്കി. അപ്പഴന്ന് ചോദിക്കണ എൻ്റെ ഓടോ നമ്മളൊന്ന് പപ്പടം റെഡി ആയിട്ടുണ്ട്. കയ്യിലെടുക്കുമ്പോൾ പോലും ഒരു തുള്ളി എണ്ണ കയ്യിൽ പോലും പറ്റില്ല. നമുക്ക് എണ്ണയുടെ ആവശ്യമില്ല ഇതൊക്കെ വറുത്തെടുക്കാൻ. പൊടിയുപ്പ് മാത്രം മതി. നല്ല ഫ്രീ ആയിട്ട് കിടക്കണ്ടേ.
കണ്ട പപ്പടം പൊങ്ങി തന്നെ കണ്ട ഉപ്പിൻ്റെ ചൂടിൽ പപ്പടം പൊങ്ങി തന്നെ വീർത്ത് വരും നന്നായിട്ട്, ഒരു കുഴപ്പമില്ലാതെ. സാധാരണ നമ്മൾ കഴിക്കണ പോലെ തന്നെ ഒരു ടേസ്റ്റ് വ്യത്യാസം ഒന്നും ഉണ്ടാവില്ല. കണ്ട അങ്ങനെ നമ്മൾ പപ്പടം വറുത്ത് കഴിഞ്ഞ് ചന്ദനത്തിരി അത് പൊട്ടിച്ച നല്ല എടുത്തിട്ടില്ല. അടുത്ത് നമുക്ക് എന്താ ഇടണേന്ന് നോക്കാം. ഇത് നമുക്ക് ഉപ്പിൽ വറുത്തെടുക്കാം. നമുക്ക് നോക്കിയാലോ വേർത്ത് വരുമോന്ന് നോക്കിയിട്ട് നോക്കാം കേട്ടോ. കണ്ട അത് മൊരിഞ്ഞു തന്നെ ഉണ്ട്, അത് ശരിയായിട്ടുണ്ട്. ദേ നോക്ക് പൊങ്ങി തന്നെ ഉണ്ടോ. അത് നമുക്ക് സിമ്പിളായിട്ട് വറുത്തെടുക്കാം. ഇത് നമുക്ക് വാരി വെക്കാം. ഇത് ശരിയായിട്ടുണ്ട്. ഇനി അടുത്ത എന്താണെന്നറിയോ? അടുത്ത് നമുക്ക് പപ്പടം എടുത്ത് നോക്കാം. നമ്മുടെ പപ്പടത്തിൻ്റെ ചൂടാറി പൊടിക്കണ്ട, പൊടിഞ്ഞു തന്നെ വേണ്ട. കയ്യിൽ എണ്ണയും പറ്റില്ല, ഒന്നും പറ്റില്ല, ഒരു കുഴപ്പമില്ല. ഇത് നമുക്ക് വറുത്ത് വെക്കാം. നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങൂല്ലേ എണ്ണയിൽ വറുക്കണ പലഹാരങ്ങൾ, അത് എൻ്റെ സാധനം. അത് ഇതിൽ നമ്മൾ വേറെ ഉപ്പിലിട്ട് നോക്കിയതാണ്. ചൂടായ ഉപ്പിലിട്ടപ്പോൾ അതിങ്ങനെ പൊങ്ങി വന്നെ ഉണ്ടോ. നോക്കിക്കേ, ഇങ്ങനെ പൊങ്ങി വന്നെ. ചായ തിളപ്പിച്ച് കഴിച്ചാൽ മാത്രം മതി. ഇച്ചിരി കട്ടൻ ചായയും കപ്പലണ്ടി വറുത്തതും നല്ല രസമല്ലേ ഇതൊക്കെ കഴിക്കാൻ. എനിക്ക് ഏറ്റവും ഇഷ്ടം കട്ടൻ ചായ കേട്ടോ. മുത്തോണ അങ്ങനെയാന്ന് തോന്നണം. മുത്തോണി ഇപ്പൊ പാലൊഴിച്ചായ ഒന്നും കഴിക്കാറില്ല, കട്ടൻ ചായ കുടിക്കും. കണ്ട പൊടിഞ്ഞു തന്നെ കണ്ട, ക്രിസ്പി ആയിട്ട് തന്നെ കണ്ട. കണ്ട നമ്മുടെ എല്ലാം റെഡി ആയിട്ടുണ്ട്. കപ്പലണ്ടി കണ്ട, ഇനി കഴിച്ചാൽ മാത്രം മതി. എല്ലാം റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടോ? ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. മുത്തോട് പറഞ്ഞു കേട്ടോ, എല്ലാവരും ചെയ്യുമോ? ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുമോ? എല്ലാവരും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം.
നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. താങ്ക് യു.